അമ്മയുടെ കൈ പിടിച്ച് ഓർമ്മകളിലേക്കുള്ളൊരു മനോഹരമായ യാത്ര ഞങ്ങൾ തുടങ്ങി. മേഘങ്ങൾ കിടന്നുറങ്ങുന്ന പർവ്വതങ്ങൾക്കിടയിലൂടെ വിരിഞ്ഞിരിക്കുന്ന സ്വർഗസമാനമായ ഗ്രാമം ഊട്ടി. ഇങ്ങോട്ടാണ് നമ്മുടെ യാത്ര ഇന്നത്തെ. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കോഴിക്കോടുള്ള ബേപ്പൂരിലെ മാത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 190 കിലോമീറ്റർ ഉണ്ട് ഊട്ടിയിലേക്ക്, നിലമ്പൂർ വഴി. നിങ്ങളിപ്പോൾ കാണുന്ന ഈ റോഡ്, ഈ മരങ്ങൾ നിറഞ്ഞ റോഡ്, ഇത് നിലമ്പൂരാണ്. നിലമ്പൂർ ടീക്ക് മ്യൂസിയമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിലമ്പൂർ ടീക്ക് മ്യൂസിയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ടീക്ക് മ്യൂസിയമാണ് നിലമ്പൂർ ടീക്ക് മ്യൂസിയം. നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കടക്കേണ്ട പ്രധാനപ്പെട്ട ചുരമാണ് നാടുകാണിച്ചുരം. 16 തിരിവുകൾക്കൊപ്പം കാടുകളും മഞ്ഞും നിറഞ്ഞ പ്രകൃതി ദൃശ്യം ഈ ചുരത്തിലൂടെ പോകുന്ന ഓരോ യാത്രയ്ക്കും അതുല്യമായ അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ നാടുകാണി ചുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നാടുകാണി ചുരം കഴിഞ്ഞൊരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഗൂഡല്ലൂർ റോഡിലെത്തി. നാടുകാണി ചുരം കഴിഞ്ഞ് 27 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഗൂഡല്ലൂർ ടൗൺ എത്തുന്നത്. ഈ ചുരം കഴിഞ്ഞപ്പോൾ തന്നെ ക്ലൈമറ്റൊക്കെ മാറി, ചെറിയ തണുത്ത കാറ്റ് വരാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ചുറ്റും കാണാനും നല്ല ഭംഗിയായിരുന്നു. ചില ഭാഗത്ത് തേയിലത്തോട്ടങ്ങളും കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 27 കിലോമീറ്റർ സഞ്ചരിച്ച് ഗൂഡല്ലൂർ ടൗണിലെത്തി. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് പിന്നെ ഒരു 49 കിലോമീറ്ററാണ് ഊട്ടിയിലേക്കുള്ളത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരം, ബ്ലോക്ക് ഇല്ലെങ്കിൽ. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളുടെ അതിരുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ത്രവണ പ്രദേശമാണ് ഈ ഗൂഡല്ലൂർ. ഗൂഡല്ലൂർ കാണാനായിട്ട് ധാരാളം സ്ഥലങ്ങളുണ്ട് പേര് കേട്ട. മുതുമല ടൈഗർ റിസർവ്, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്, റോക്ക് ഹിൽ വ്യൂ പോയിന്റ്, ഇങ്ങനെ. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന മനോഹരമായ യുക്കാലിപ്റ്റസ് മരങ്ങളില്ലേ, ഇതൊരു ഫോറസ്റ്റാണ്. ഇത് നാഷണൽ ഹൈവേ 67 റോക്ക് ഹിൽ വ്യൂ പോയിന്റിൻ്റെയും റോക്ക് വ്യൂ പോയിന്റിൻ്റെയും ചുറ്റുമുള്ള വന ഇടനാഴികളുടെ ഭാഗമാണ്. ഊട്ടിയിലും മറ്റിടങ്ങളിലും പോകുന്ന മിക്ക ആൾക്കാരും നിർത്തി ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ആര് വന്നാലും ഇത് കൂടെ പോയാലും ഈ സ്ഥലത്ത് നിർത്തി കുറച്ച് ഫോട്ടോസോ അല്ലെങ്കിൽ കുറച്ച് നേരം സമയം ചിലവഴിച്ചിട്ടേ പോകുള്ളൂ. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് മഴയുള്ള സമയത്താണെങ്കിൽ ഭംഗി ഒന്നുകൂടി കൂടും. അങ്ങനെ ഞങ്ങൾ ഇത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഊട്ടിയിലേക്ക് വിട്ടു. കാരണം റൂം കിട്ടുമോ കിട്ടൂലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സീസൺ ടൈം അല്ല എന്ന് വെച്ചാൽ തണുപ്പ് കാലമല്ലായിരുന്നു, ചൂടുകാലമായിരുന്നു, മെയ് മാസമായിരുന്നു. പക്ഷേ എന്നാലും ഡൗട്ടായിരുന്നു. കാരണം ഈ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് പോവുക. പിന്നെ ഊട്ടിയിലെ ക്ലൈമറ്റിനെ കുറിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്ര സമ്മർ സീസൺ ആണെന്ന് പറഞ്ഞാലും ഊട്ടിയിൽ വൈകിട്ടായി കഴിഞ്ഞാൽ 12 ഡിഗ്രിയോ 13 ഡിഗ്രിയോ ആയിരിക്കും. ഇതാണ് പിക്നിക് ലേക്ക്. ഇവിടെയും ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഈ ഒരു ഹൈവേയിൽ, ഈ ഊട്ടി കോയമ്പത്തൂർ നാഗപട്ടണം ഹൈവേയിൽ നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ നിർത്തി കാണാൻ പോകുന്നതാണ്. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെയൊന്നും നിർത്തിയിട്ടില്ല. ചില സ്ഥലത്ത് മാത്രമേ നിർത്തിയുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു 5-6 മണിക്കൂർ എത്താനെടുക്കും ഊട്ടിയിലെത്താൻ. പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇരുടായിരുന്നു ഞങ്ങൾ ഊട്ടി എത്തുന്നതിന് മുന്നേ. ഞങ്ങൾ കാറിൻ്റെ ഗ്ലാസ് താത്തിയപ്പോൾ പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ചായ കുടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ചായപ്പീടിയിൽ നിർത്തി. നിങ്ങളിപ്പോൾ ഈ കണ്ട സ്ഥലത്തിൻ്റെ പേരാണ് തലൈക്കുന്ത. ഊട്ടിയിൽ തന്നെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഡിസംബർ ജനുവരി മാസത്തിൽ. ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ ഒറ്റൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ യാത്ര ചെയ്യണം, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യണം, കുറേ സംസാരിക്കണം. അപ്പോൾ അടുത്തുള്ളൊരു നല്ല സ്ഥലമായിരുന്നു ഊട്ടി. അങ്ങനെയാണ് ഊട്ടി. പിന്നെ അമ്മ കുറേ കാലത്തിന് ശേഷമാണ് ഊട്ടി കാണുന്നത്. അപ്പോൾ രണ്ടും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പ്ലാൻ ചെയ്തു.
അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ നക്ഷത്ര ഹോട്ടൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്തു. പണ്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നപ്പോഴെടുത്ത അതേ സ്ഥലത്ത് തന്നെ റൂം എടുത്ത്. നല്ല അടിപൊളി റൂമാണ്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഈ ബ്ലോക്കൊക്കെ കാരണം എത്താൻ വൈകിയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം കാരണം ഞങ്ങൾ നേരത്തെ കിടന്നിരുന്നു. രാവിലെ നീച്ച് തലൈക്കുന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് നേരത്തെ നീറ്റിരുന്നു ഞങ്ങളെല്ലാവരും. 5:30 ആകുമ്പോൾ നീറ്റു. 6 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായി. 6:30 ആകുമ്പോഴത്തേക്കും തലൈക്കുന്തയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ സമയത്ത് തലൈക്കുന്തയിൽ ആ തണുത്ത് പുക മുകളിലേക്ക് പോകുന്ന വ്യൂ പല റീൽസിലും കണ്ടിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ പോക്ക്. ഡിസംബർ ജനുവരി മാസത്തെ അത്ര തണുപ്പില്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. 12 ഡിഗ്രി 13 ഡിഗ്രി. പിന്നെ തണുത്തിട്ട് ആവി മുകളിലേക്ക് പോകുന്ന വ്യൂവും കിട്ടി. ഞാൻ വളരെയധികം ഹാപ്പിയായിരുന്നു. കാരണം എൻ്റെ അമ്മ സന്തോഷിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. തണുപ്പത്ത് ഓടിയും ചാടിയും കുറേ സംസാരിച്ചും അമ്മയുടെ കൂടെ നല്ലൊരു സമയം തന്നെ എനിക്ക് ചിലവഴിക്കാൻ പറ്റി. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഊട്ടി വരുന്നു, ഊട്ടിയിൽ കുറച്ച് തണുപ്പൊക്കെ അടിച്ച് പൊളിക്കുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കാൽക്കുലേഷൻ. കാരണം അത്രയും സമയമുള്ളൂ. വേറെ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. കാലിക്കറ്റ് ഊട്ടി ഏകദേശം 5-6 മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്യുക, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു 12 മണിക്കൂർ. പിന്നെ ഊട്ടി സ്റ്റേ അടിച്ചു, രാത്രി കുറേ സംസാരിച്ചു, തണുപ്പ് ആസ്വദിച്ചു, തണുപ്പത്ത് ചായ കുടിച്ചു. ഇത്രയൊക്കെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത് തന്നെ വീണ്ടും ഊട്ടിയിൽ വരുമെന്നും ഊട്ടിയിലുള്ള ഒട്ടുമിക്ക കാണാൻ പറ്റിയ സ്ഥലങ്ങൾ കാണിക്കുമെന്നുള്ള ഒരു പ്രോമിസ് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ പോയത്, അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട്.